കർത്താവിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്താണ് മാർഗം? കർത്താവിൻ്റെ തായ്തടിയിൽ നിന്ന് ശാഖ വിട്ടുപോകാതിരിക്കാൻ എന്താണ് മാർഗം? അഥവാ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്താണ് മാർഗം? ഇപ്പോൾ നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, ഫലം തരാത്തതിനെയെല്ലാം അവിടുന്ന് വെട്ടി നീക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. അപ്പോൾ വെട്ടി നീക്കപ്പെടാതിരിക്കാൻ എന്താണ് മാർഗമെന്ന് അതിൽ തന്നെ അണ്ടർസ്റ്റുഡാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ എന്താണ് മാർഗം? ഈശോക്കാരെ ഈ വെട്ടി നീക്കുക എന്നുള്ളതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലം നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായി നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോഴും ഈ ഫലത്തെക്കുറിച്ചും വെട്ടി നീക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പം യോഹന്നാൻ സ്നാപകനാണ് ഈ വിഷയം തുടങ്ങി വെച്ചെങ്കിലും യോഹന്നാനെക്കുറിച്ച് ഈശോ പറഞ്ഞത് അവൻ കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നെന്നാണ്. കാര്യം വചനത്തിൻ്റെ ജ്വലനം യോഹന്നാൻ സ്നാപകനിലെ ആണ് ആദ്യം തെളിഞ്ഞത്. ഇപ്പോൾ യോഹന്നാൻ സ്നാപകൻ കിട്ടിയ വെളിപാട് ഇതാണ്: ഫലം നൽകപ്പെടുന്നില്ലെങ്കിൽ വെട്ടി നീക്കപ്പെടും. ഈശോയും ആ വചനം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഒരു അപകടം. ഈശോയും പറഞ്ഞത് അത് ശരിയാണ്, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് ശരിയാണ്. ഫലം നൽകുന്നില്ലെങ്കിൽ യോഹന്നാൻ 15-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം, 15-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം, ഫലം നൽകുന്നില്ലെങ്കിൽ വെട്ടി നീക്കപ്പെടും. അപ്പം സ്വാഭാവികമായും നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ഒരു ഓപ്ഷൻ എന്താ? ഫലം നൽകിക്കൊണ്ട്, ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. വെറുതെ നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല. അത് ഗൗരവതരമായ ഒരു ഉൾക്കാഴ്ചയാണ്. ഞാൻ വിശ്വാസിയാണ്. ആ വിശ്വാസി ആയതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുമെന്നുള്ള ധാരണ ആദ്യം തിരുത്തണത് യോഹന്നാൻ മാന്താനായാണ്. വിശ്വാസിയാണെങ്കിലും അപ്പോൾ ചോദിക്കും, ഫലം എവിടെയെന്ന് ചോദിക്കും. നമുക്കറിയാം ഫലമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവത്തെ വസിക്കുന്ന, സ്നേഹത്തെ വസിക്കുന്ന കാരണം സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ ഫലങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ നിലപാടുകളും നയങ്ങളും സമീപനങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ സ്നേഹമാകും. ചിലപ്പോൾ സ്നേഹത്തിൻ്റെ അതിന് വകഭേദങ്ങളൊക്കെ വരും. ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം ഒക്കെ അതിൻ്റെ കൂടെയുള്ളതാണ്. എല്ലാം ഒന്ന് തന്നെയാണ് ശരിക്കും. ഇപ്പോൾ നമ്മൾ ഗലാത്യർ 5:19 വായിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങളില്ലേ, അത് തന്നെ സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ്. അതിൽ സ്നേഹത്തിൻ്റെ ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസാണ് വരേണ്ടത്. നമ്മളൊരാൾ ആത്മസംയമനം കാണിച്ചു,
ഞാനവിടെ ആത്മസംയമനം കാണിച്ചുകൊണ്ടാണ് അവിടെ സമാധാനം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, ആത്മസംയമനം എന്ന് പറഞ്ഞത് എന്താണ്? അതായത് പൊട്ടിത്തെറിച്ച് ക്രോധമുണ്ടാക്കുന്ന സ്ഥലത്ത് സ്നേഹം കൊണ്ടാണ് ആത്മസംയമനം വരണത്. അപ്പോൾ ആത്മസംയമനം ഒരാൾ കാണിച്ചാലും അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്, ആത്മാവിൻ്റെ ഫലങ്ങളാണ്. എന്തെങ്കിലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉടമ്പടി ധ്യാനമാണ്. ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത മക്കളുടെ ധ്യാനമാണിത്. അതുകൊണ്ട് തന്നെ ഇത് വളർച്ചാ ധ്യാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് വരദാനങ്ങളുടെ ധ്യാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രാർത്ഥനാനുഭവ ധ്യാനമാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ എല്ലാ ധ്യാനങ്ങളും ഒരുമിച്ച് ഒളിച്ചേർന്ന സമ്പൂർണ്ണ ധ്യാനമാണ്. എന്താ വെച്ചാൽ അതിൽ പ്രാരംഭ ധ്യാനമുണ്ട്, വളർച്ചാ ധ്യാനമുണ്ട്, ആന്തരിക സൗഖ്യ ധ്യാനമുണ്ട്, അതുപോലെ തന്നെ വരദാനങ്ങളുടെ ധ്യാനമുണ്ട്, പ്രാർത്ഥന അനുഭവ ധ്യാനമുണ്ട്. എല്ലാം കൂടി കൂടുന്നതാണ് ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത്. ഉടമ്പടി ധ്യാനത്തിൽ ഒരു വ്യക്തി ഉടമ്പടിയിൽ വഴി ദൈവത്തോട് ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ് ചെയ്യണത്. എല്ലാവരും ദൈവത്തെ ഒട്ടി നിൽക്കേണ്ടവരാണ്, പക്ഷെ ഉടമ്പടി നമ്മളെ കുറച്ചുകൂടി ആഴമായി ദൈവത്തിലേക്ക് ഒട്ടിച്ചേർത്തിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഇടിവെട്ടും മിന്നലും കാറ്റും വന്നാൽ ഒരു മരത്തിൽ എന്തുകൊണ്ടാണ് എല്ലാ കമ്പുകളും കീന്തിപ്പോകാത്തത്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പോഴും മഴക്കാലമാകാൻ പോകുന്നു അല്ലേ? നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും, കുറേ മരങ്ങളുടെ കാമ്പൊക്കെ കാറ്റ് കഴിയുമ്പോൾ കീന്തി കിടക്കുന്നത്. മൈ ക്വസ്റ്റ്യൻ ദിസ്, എന്തുകൊണ്ടാണ് ഒരു മരത്തിൽ കാറ്റ് പിടിക്കുമ്പോൾ എല്ലാ കമ്പുകളും കീന്തി പോകാത്തത് അല്ലെങ്കിൽ കാന്തി പോകാത്തത്? ചില കമ്പുകൾ മാത്രം കാന്തിപ്പോകും. അതായത് തായ്തടിയോട് നമ്മൾ ഇങ്ങനെ ശാഖകളെല്ലാം നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാ ശാഖകളും സേഫാണെന്ന് തോന്നും. വെറുതെ നിൽക്കുമ്പോൾ എല്ലാ ശാഖകളും സേഫാണെന്ന് തോന്നും. പക്ഷെ കാറ്റ് പിടിച്ചാൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഏത് ശാഖയാണ് സേഫ് അല്ലാത്തതെന്ന്. ഉടമ്പടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ കാഷ്വാലിറ്റി ഒഴിവാക്കുകയാണ്. ഏത് കാറ്റ് വന്നാലും മഴ വന്നാലും വെള്ളപ്പൊക്കം വന്നാലും ഇടിഞ്ഞു പോകാത്ത കാന്തി പോകാത്ത കമ്പുകളായി കർത്താവിലേക്ക് നിന്നെ ഒളിച്ചേർത്തിരിക്കുകയാണ്. അതിന് ഉടമ്പടിയുടേതായിട്ടുള്ള ഒത്തിരിയേറെ ഫോർമുലാസ് ഉണ്ട്. നമ്മുടെ ഉടമ്പടി, നിങ്ങളുടെ ഉടമ്പടിയിൽ ഒത്തിരി പ്രേക്ഷക പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലേ? കൃത്യമായി ചെയ്യുന്നവരുണ്ട്. ഉടമ്പടി നമ്മൾ അനുദപിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരിയേറെ ഉപവി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതാണ്. ഉപവി പ്രവർത്തനങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ മനുഷ്യരെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ കൊണ്ട് സംരക്ഷിക്കുന്നതാണ്. ഇതെല്ലാം ചേർന്നതാണ് മരിയൻ ഉടമ്പടി. മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ ജീവിതത്തിൽ അമ്മ എടുത്തിട്ടുള്ള നിലപാടുകൾ, നയങ്ങൾ, സമീപനങ്ങൾ, ജീവിത സമീപനങ്ങൾ, അതിനധിഷ്ഠിതമായിട്ടുള്ള ആത്മാവിൻ്റെ വളർച്ച, ഇതൊക്കെയാണ് മരിയൻ ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ. പ്രാർത്ഥിക്കുക. കർത്താവേ, മരിയൻ ഉടമ്പടിയിലെ പങ്കെടുത്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ അവബോധങ്ങളെ വർദ്ധിപ്പിക്കണമേ. കാലയളവിൽ ദൈവത്തിലെ ഏത് ശാഖകളെക്കാളും ചേർക്കപ്പെടുവാൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങളെ അർത്ഥവത്തായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളായി രൂപാന്തരപ്പെടുത്തണമേ. മത്തായിയുടെ സുവിശേഷം 7:24-25 പ്രാർത്ഥിക്കുന്നു. എന്റെ വചനം കേൾക്കുന്നവൻ പാറമേൽ ഭവനം പെടുന്ന മനുഷ്യന് തുല്യമായിരിക്കും. കാറ്റടിച്ചു, വെള്ളപ്പൊക്കമുണ്ടായി, അവൻ വീണുപോയില്ല, കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. നിന്റെ വചനം മാത്രം പാലിച്ചു മുന്നേറുവാൻ അഭിഷേകം ചെയ്യണമേ. വേഗം നീ വരുമോ, കത്തിച്ച ദീപവും കൈകളിലേന്തി കാത്തിരിക്കുന്നു ഞാൻ. കർത്താവേ, നീ
ദീപവും കൈകളിലേന്തി കാത്തിരിക്കുന്നു ഞാൻ. കർത്താവേ നീ വരൂ, വേഗം നീ വരൂ. ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാറ പോലെ കാത്തിരിക്കുന്നു ഞാൻ. കർത്താവേ നീ വരൂ, വേഗം നീ വരൂ. കത്തിച്ച ദീപവും കൈകളിലേന്തി കാത്തിരിക്കുന്നു ഞാൻ. കർത്താവേ നീ വരൂ, വേഗം നീ വരൂ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനങ്ങൾ എപ്പോഴും നമ്മൾക്ക് കർത്താവുമായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വെട്ടി നീക്കപ്പെടാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്താണ്? ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക. വെരി സിമ്പിളാണത്. നമ്മൾ 15-ാമത്തെ അധ്യായം, യോഹന്നാൻ 15-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഫലം നൽകാത്തതിനെയാണ് അവിടുന്ന് വെട്ടി നീക്കുന്നത്. അപ്പോൾ വെട്ടി നീക്കപ്പെടാൻ, ദൈവത്തിലായിരിക്കാൻ, ദൈവത്തിൽ വസിക്കാൻ നമ്മുടെ മുമ്പിലുള്ള സിമ്പിളായിട്ടുള്ളൊരു മാർഗമാണ് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നവരെ അവർ ഉപരിപഠനക്കാരാണ്. കാര്യം ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത് കൃപാസനത്തിലെ അവസാനം നൽകിയ ധ്യാനമാണ് ദൈവം. ആദ്യം പ്രാരംഭധ്യാനം പോലുള്ള ധ്യാനങ്ങളായിരുന്നു, പിന്നീട് വളർച്ചാ ധ്യാനമായി, പിന്നീട് ആന്തരിക സൗഖ്യ ധ്യാനമായി, വരദാനങ്ങളുടെ ധ്യാനമായി, പിന്നീട് വരദാനങ്ങളുടെ ധ്യാനം കഴിഞ്ഞിട്ടാണ് കൗൺസിലിംഗ് ഒക്കെ വന്നത്. ഇതെല്ലാം കൂടിയ മരിയൻ തപസ് ഉണ്ടായിരുന്നു. മരിയൻ തപസ് കഴിഞ്ഞാണ് ദൈവം നമുക്ക് ഉടമ്പടി ധ്യാനം നൽകിയത്. കേരളത്തിലെ ധ്യാന ചരിത്രം വളരുമ്പോൾ അതെത്തി നിൽക്കുന്നത് ഉടമ്പടി ധ്യാനത്തിലാണ് എന്ന് അവകാശപ്പെടുകയല്ല, നമുക്കങ്ങനെ തോന്നിപ്പോവുകയാണ്. കാര്യം അതിൻ്റെ പ്രവർത്തനങ്ങളുടെ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ചേരുവകകളെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാകും. കാര്യം ഉടമ്പടി നിങ്ങളെ കാന്തിപ്പോകാത്ത ശാഖകളാക്കും. കാറ്റ് വന്നാലും മഴ വന്നാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും കർത്താവ് ആഗ്രഹിക്കുന്നത് കാന്തിപ്പോകരുതെന്നാണ്. അതുകൊണ്ടാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. മരിയൻ്റെ പ്രത്യേകത എന്താണ്? കാറ്റ് വരും, വെള്ളപ്പൊക്കം ഉണ്ടാകും, അതുമേലെ ആഞ്ഞലിക്കും, പക്ഷെ അത് വീണ് പോകത്തില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ ശുശ്രൂഷകർ പറഞ്ഞ 7:24 മത്തായിയുടെ സുവിശേഷം, കാറ്റടിച്ചു, മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, അത് അതുമേലെ ആഞ്ഞലച്ചു, അത് വീണു പോയില്ല. അപ്പോൾ വീണു പോകാനും കാന്തിപ്പോകാതിരിക്കാൻ ഇതിൻ്റെ കൂടത്തിൽ തന്നെ, ഈ വീണു പോകുന്നതിൻ്റെ കൂടെയാണ് നമ്മൾ 7:24 ആ മത്തായിയുടെ സുവിശേഷം 7:24-25 കൂടെയാണ് ശരിക്കും കർത്താവ് 15:2 ചേർത്ത് വെക്കേണ്ടത്. എന്താണ്? കാറ്റടിച്ചാലും കാന്തിപ്പോകാത്ത ശാഖ. ഉടമ്പടി നീ കൃത്യമായിട്ടാണ് പാലിച്ചു പോകുന്നെങ്കിൽ ഉടമ്പടി നിന്നെ കർത്താവിൻ്റെ കാന്തിപ്പോകാത്ത ശാഖയാക്കും. കർത്താവിൻ്റെ തായ്തടിയിലെ കാന്തിപ്പോകാത്ത ശാഖയാക്കും. കാര്യം എന്താണ്? ഉടമ്പടി വചനമാണ്, ഉടമ്പടി നിയമമാണ്. കാര്യം ദൈവവും അനാദികാലം മുതലേ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ നിയമവുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. ഓരോ നിയമങ്ങൾ നമുക്ക് തരണില്ലേ? എന്തായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം? നമുക്ക് ശിക്ഷിക്കുകയല്ല ഉദ്ദേശം. ഓരോ നിയമം തന്നിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ ഒട്ടിച്ച് വെക്കുകയായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം.
അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതായത് നിയമം എന്തിനാണ് തന്നത്? ദൈവം തന്നതിൻ്റെ വിഷയം എന്താണ്? ആ നിയമത്തിലൂടെ കാന്തിപ്പോകാത്ത ശാഖയായി നിന്നെ മാറ്റുക. ഈശോ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷമില്ലേ 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ, നിയമങ്ങൾ. യോഹന്നാൻ 15:10 ഞാൻ എൻ്റെ ഒന്ന് സ്തുതിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥമല്ലേ. അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഇരുളിന്റെ പാതയിൽ ചൊരിയുന്ന മാറി മാരുതൻ വീശിടുമ്പോ ഈ ദീപനാളം അണയാതിരിക്കാം നീ തന്നെ കാത്തരുളേണമേ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ ഏറ്റുപറഞ്ഞ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ നിയമം തന്നിരിക്കണേ എന്തിനാ? കൽപ്പനകൾ തന്നിരിക്കണേ എന്തിനാ? ഇപ്പം സ്നേഹിക്കാൻ പറഞ്ഞാലും, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ പറഞ്ഞാലും, അതുപോലെ തന്നെ കക്കരുതെന്ന് പറഞ്ഞാലും, അങ്ങനെ എല്ലാ കൽപ്പനകളും അതിനെല്ലാം പിന്നിലുള്ളത്. ഇപ്പോൾ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് നിയമമാണത്, ഉപവിയുടെ നിയമമാണ്, സ്നേഹത്തിൻ്റെ നിയമമാണ്. പക്ഷെ അത് വേറെ രീതിയിലാണ് ആ നിയമം അവിടെ കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25:35 നമ്മൾ വായിക്കണത്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് എല്ലാം നിയമങ്ങളാണ്, സ്നേഹത്തിൻ്റെ നിയമങ്ങളാണ്. എന്തിനാണ്? നിങ്ങൾ കാന്തിപ്പോകാതിരിക്കാൻ. കാറ്റ് വന്നാൽ കാന്തിപ്പോകാതിരിക്കണേ എന്തിനാണ്? തായ്തടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണ്. ഫലങ്ങൾ എന്തിനാണ് പുറപ്പെടുവിക്കണത്? അതെല്ലാം സാക്ഷ്യമാണ് ശരിക്കും. അത് നമുക്ക് പിന്നീട് വരാം. ഈ ഫലങ്ങളെല്ലാം എന്താണെന്ന് അറിയണം. സ്നേഹം, ക്ഷമതയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം എന്നൊക്കെ പറയണത് ഗലാത്യർ 5:19 ആത്മാവിൻ്റെ ഫലങ്ങളാണെങ്കിലും ഫലങ്ങൾ, ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ബേസിക്കലി വാട്ട് ഈസ് ഇറ്റ്? അതെല്ലാം സാക്ഷ്യങ്ങളാണ്. ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എല്ലാം ടെസ്റ്റിമണീസാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിന് സാക്ഷിയാകുന്നു. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷിയാകാൻ ആത്മാവിന്റെ ഫലങ്ങളാൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണം. അങ്ങനെ ഞങ്ങൾ ലോകം മുഴുവൻ സാക്ഷികളായി രൂപാന്തരപ്പെടുവാൻ കൃപയുണ്ടാകണമേ. ഹല്ലേലൂയ. ഇരുളിന്റെ പാതയിൽ ചൊരിയുന്ന മാറി മാറുതൻ വീശിടുമ്പോ ഈ ദീപനാളം അണയാതിരിക്കുവാൻ നീ തന്നെ കാത്തരുളേണമേ. ഈ ദീപനാളം അണയാതിരിക്കുവാൻ നീ തന്നെ കാത്തരുളേണമേ. ദീപവും ഞങ്ങൾ കൈകളേന്തി അങ്ങനെ കാത്തിരിക്കുന്ന കർത്താവേ, വിശ്വാസത്തിന്റെ ദീപം, സ്നേഹത്തിന്റെ ദീപം, ഈ ദീപം അനേക മക്കൾക്ക് പ്രകാശമാകുവാൻ ഞങ്ങളുടെ സുവിശേഷത്തിന്റെ വചനത്തിന്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന
അപ്പോൾ നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:10 ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി ധ്യാനമാണ്, മറന്നു പോരുത്. അതായത് 15:10 അനുസരിച്ച് എന്താ പറയണത്? ഞാൻ എന്ന് പറഞ്ഞ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകള് പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകള് പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പൊ കൽപ്പനകൾ, നിയമങ്ങൾ എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാത്തത് ആരാണ്? ലോകത്തിൻ്റെ അധികാരിയാണ്. വ്യക്തമല്ലേ? കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാത്തത് ആരാണ്? ലോകത്തിൻ്റെ അധികാരിയാണ്. ലോകത്തിൻ്റെ അധികാരിയെക്കുറിച്ച് ഈശോ എന്താ പറയണത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:30-31. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:30-31. ലോകത്തിൻ്റെ അധികാരി ആരാണത്? അതായത് ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ല. നത്തിങ് ടു ഡു വിത്ത് മീ. നിയമനിഷേധകരെന്ന് പറയും ഇതിനെ. ലോകത്തിൻ്റെ അധികാരി നിയമനിഷേധകനാണ്. നമ്മൾ 2 തെസ്സലോനിക്കർ 2:9 വായിക്കുന്ന നിയമനിഷേധിയില്ലേ, അവനാണ് ഈ ലോകത്തിൻ്റെ അധികാരി. അവൻ എപ്പോഴും നമ്മളോട് പറയണത് നിയമത്തെ നിഷേധിക്കണമെന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൽ നടന്ന് മാറണം, ദൈവത്തിൽ നടന്ന് മാറണം എന്നാണ് പറയണത്. ഈശോൻ എന്താ ചെയ്തിരിക്കണത്? ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു. ഏറ്റു പറഞ്ഞേ, ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു. 14:30-31 യോഹന്നാന്റെ സുവിശേഷം. ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു. ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു. അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ല. ഈ അധികാരി എന്തിനാ വരണത്? ഈശോ താഴെ പറയും 14:31. ഞാൻ പിതാവിനെ ഇപ്പം മൂത്തേടൻ അച്ഛൻ്റെ ബൈബിളിലെ ഈ വചനം വളരെ ഹൃദ്യമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? ലോകത്തിൻ്റെ അധികാരി വരുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് പിതാവ്. അത് ടെസ്റ്റാണ് ശരിക്കും. ലോകത്തിൻ്റെ അധികാരി എപ്പോഴും വരണത് ടെസ്റ്റും കൊണ്ടേ വരത്തുള്ളൂ. ആർക്ക് ടെസ്റ്റ്? നമ്മൾക്ക് ടെസ്റ്റ്. അവൻ ടെസ്റ്റൊന്നും ചെയ്യത്തില്ല. നമ്മൾ അവനോട് അവൻ്റെ വെല്ലുവിളികളോട് കാണിക്കുന്ന സമീപനത്തിൻ്റെ രീതി അനുസരിച്ച് കൊണ്ട് നമ്മൾക്കത് ടെസ്റ്റായി മാറണതാണ്. അതാണ് ഈശോ പറയണത് 14:31. അവർ എൻ്റെ മേൽ കാര്യമൊന്നുമില്ല. കാര്യം എന്താണ്? ഞാൻ കർത്താവിൻ്റെ വചനം അനുസരിച്ച് പോകുന്ന ആളാണ്. കർത്താവിൻ്റെ വചനം അനുസരിച്ച് ഉടമ്പടി പാലിച്ചുകൊണ്ട് പോകുന്നവർക്ക് ലോകത്തിൻ്റെ അധികാരിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞില്ല, അച്ഛാ ഞങ്ങൾക്ക് വല്ല പിശാച് ബാധയുണ്ടാകും, ഞങ്ങളുടെ കുടുംബത്തിൽ വല്ല കുടുംബത്തിലെ ദോഷമുണ്ടാ, ഞങ്ങൾക്ക് വലിയൊരു അഭിചാരം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ അവരോട് ഈ വചനം പറയും. എന്താണ്? 14:10. ചിലരുടെ എല്ലാവരുടെയും തന്നെ സംശയമാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു കുടുംബത്തിനും ചെയ്തിട്ടുണ്ടോ, ഞങ്ങൾക്കെതിരെ വലിയൊരു ആഭിചാരം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മാന്യം മര്യാദയ്ക്ക് കർത്താവിൻ്റെ കൂടെയാണ് ഐക്യപ്പെട്ട് ജീവിക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കണമെങ്കിൽ യോഹന്നാൻ 15:10 അനുസരിച്ച്. എന്താണ് യോഹന്നാൻ 15:10? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവനിൽ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എന്നിൽ വസിക്കും. കർത്താവിൽ വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ അധികാരിക്ക് കാര്യം അവിടെ ഒന്നുമില്ല. അതാണ് ഈശോ പറയണത് 14:30 പറയണത്. ഇതാ ലോകത്തിൻ്റെ അധികാരി പിശാച് വരുന്നു. പിശാച് വരികയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഹി ഹാസ് നത്തിങ് ടു ഡു വിത്ത് മീ. അവർ എന്നോടൊന്നും ചെയ്യാനില്ല. എന്നോടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരോട് സാത്താനി ഒന്നും ചെയ്യാനില്ല. ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ സാത്താൻ ഉപദ്രവം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ എത്രയോ നേരത്തെ പിതാവിൻ്റെ തായ്തടിയിൽ നിന്നും പിതാവിൻ്റെ കൽപ്പനയിൽ നിന്നും അകന്നു പോയെന്നതിൻ്റെ അർത്ഥം. പിന്നെ ഉള്ളൊരു മാർഗം എന്താ? പിശാചിനെ പ്രവേശിപ്പിക്കാതിരിക്കാനും പിശാചിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, അതായത് യോഹന്നാൻ 14:31. എന്നാൽ എന്ന് പറഞ്ഞേ, എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകം അറിയണം. അപ്പോൾ ഈ ലോകം അറിയണമെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ആരെയും കാണിക്കാൻ പോണില്ല. അതെന്തിനാണ് നാട്ടുകാരെ കാണിക്കണത്? നോ 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 നോ
ഉടമ്പടിയുടെ ഗുണം അതാണ്. ഉടമ്പടിയിലെ എല്ലാ സംഭവവും നാട്ടുകാരെ കാണിച്ചുള്ള പരിപാടിയാണ്. കൃപാസനം പത്രം മേടിച്ച് കൊടുക്കണമെങ്കിൽ നാട്ടുകാരെ കാണിക്കണം, രോഗിനെ സന്ദർശിക്കണമെങ്കിൽ നാട്ടുകാരെ കാണിക്കണം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ച് കൊടുക്കണമെങ്കിൽ നാട്ടുകാരെ കാണിക്കണം, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ലോകത്തെ കാണിക്കണം. നിൻ്റെ ഓരോ പിതാവിൽ വസിക്കുക എന്ന് വെച്ചാൽ നിനക്ക് സ്വകാര്യമായി ഏതെങ്കിലും മൂലക്കിരുന്ന് പ്രാർത്ഥിച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കരുത്. സഭയിലെ ഏറ്റവും വലിയ ബാധ്യതയെന്ന് പറയുന്നത് മൂലക്രിസ്ത്യാനികളാണ്. സഭയുടെ ഏറ്റവും അച്ഛന്മാരുടെ കൂട്ടത്തിലുണ്ട്, സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ട്, അൽമയുടെ കൂട്ടത്തിൽ മൂലക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും മൂലക്ക് മാറി ഇരുന്നുകൊണ്ട് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതായത് ഇതൊന്നും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമേ അല്ല. എന്താ കാര്യം? പ്രാർത്ഥിക്കണം, പക്ഷെ പ്രാർത്ഥന മാത്രമായാലോ? അതുകൊണ്ടാണ് ഈശോ പറയുന്നത് 14:31 ഉടമ്പടി ക്രിസ്ത്യാനി കർത്താവിൻ്റെ വചനം കേൾക്കണം. എന്താണ്? നീ ചെയ്യുന്ന ഓരോ കാര്യവും എല്ലാം 14:31 പിതാവിൽ വസിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്വകാര്യമല്ലെന്നർത്ഥം. ആർക്കും സ്വകാര്യമായി ക്രിസ്തുവിൽ വസിക്കാൻ പറ്റത്തില്ല, സഹോദരനെ കൂടെ വസിക്കാൻ പറ്റത്തുള്ളൂ. ലോകം അറിയണം. ലോകം അറിയാത്ത ഒരു പരിപാടികളും ഇല്ല. വായിച്ച് അവചനം വായിച്ചേ. എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്ന് അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്ന് ലോകമറിയണം. അപ്പം ലോകമറിയാത്ത ക്രിസ്ത്യാനികളൊന്നും ക്രിസ്ത്യാനികളല്ലെന്ന് അർത്ഥം, ഉറപ്പായി. കാര്യം ദൈവസ്നേഹം ഉണ്ടോ, ആ സ്നേഹത്തിൻ്റെ പ്രവർത്തികളിൽ അപരനുണ്ട്. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ മനുഷ്യരുടെ മുമ്പിൽ തന്നെ നിങ്ങൾ നെറ്റ് പറയണം. മനുഷ്യരുടെ മുമ്പിൽ, മനുഷ്യരുടെ സാന്നിധ്യമില്ലാത്ത നമുക്ക് തുടുമ സൈവന്മാരില്ല. അതായത് ഇപ്പോൾ 10:32 നമ്മൾ വായിക്കണില്ലേ? മത്തായിയുടെ സുവിശേഷം 10:32 എന്താ പറയണേ? ഏറ്റു പറഞ്ഞേ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ലോകം അറിയണമെന്നുള്ള വാക്കില്ലേ, നമ്മൾ എന്ത് ചെയ്താലും സ്നേഹത്തിൻ്റെ ഫലങ്ങൾ ആണ് നമ്മളെ പിതാവുമായി യേശുവുമായി ഒട്ടിച്ചേർക്കുന്നത്. അതെല്ലാം നിയമങ്ങളാണ്. ഈ നിയമങ്ങളെല്ലാം സ്നേഹം തന്നെയാണ്. നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ നമ്മൾ സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഫലങ്ങൾ അത് വ്യക്തിപരമല്ല, അതിന് ഒരു സാമൂഹിക മാനമാണുള്ളത്. ഇത് ഇത്രയും കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്നത് ഉടമ്പടി മാത്രമേ ഉള്ളൂ. ഞാൻ പലതരത്തിലുള്ള ധ്യാനങ്ങൾ എത്രയോ വർഷമായിട്ട് കൂടനാണ് ധ്യാനിപ്പിക്കുന്നതാണ്. പക്ഷേ ഉടമ്പടി കറക്റ്റാണത്. കാര്യം ഒരു ക്രിസ്ത്യാനിയെ കംപ്ലീറ്റ് ക്രിസ്ത്യൻ, ഇപ്പം കംപ്ലീറ്റ് മാൻ എന്ന് പറഞ്ഞില്ലേ, ദ കംപ്ലീറ്റ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടി ക്രിസ്ത്യാനിയാണ്. കാര്യം അതിലെന്തുണ്ട്? അതിൽ സ്നേഹത്തിൻ്റെ ഫലങ്ങളുണ്ട്. ആ ഫലങ്ങൾ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലങ്ങളുണ്ട്, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് ഫലങ്ങളുണ്ട്. പിന്നെ തായ്തടിയിൽ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി ചിലപ്പോൾ ദൈവം വെട്ടിയൊരുക്കുന്നു വരും. കാര്യം വെട്ടെന്ന് പറയത്തില്ല, അത് കർത്താവ് പറയുന്ന ഒരു ഒന്ന് ശ്രദ്ധിച്ച മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹത്തിൽ നിലക്കുന്നത് പോലെ നിങ്ങളും എന്റെ കൽപ്പനകൾ പാലിച്ചു സ്നേഹത്തിൽ നിലനിൽക്കാൻ ചെയ്ത നാഥ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. പാദം തുളഞ്ഞു നിണം ചിന്തി നീ പാദം പിഴച്ചു പാദം തുളഞ്ഞു നിണം ചിന്തി നീ
എന്നും അങ്ങേ വർണ്ണിച്ചു വാഴ്ത്താം. പൊല്ലാങ്കുഴലായി